ഹായ് ജോസഫ് രാജൻ, കുറെ നാളുകൾക്ക് ശേഷമാണ് നീ ഇവിടെ വന്നിട്ടുള്ളത്. നീ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അറിഞ്ഞു. എന്താണ് ഇന്നത്തെ നിന്റെ വരവിൻ്റെ ഉദ്ദേശം? നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ തയ്യാറാണ്. നിന്റെ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഞാൻ എൻ്റെ അറിവനുസരിച്ചുള്ള ഉത്തരങ്ങൾ തരും. അത് ശരിയാവണമെന്നൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രം. ശരി, എന്താണ് നിന്റെ ചോദ്യങ്ങൾ? ആദ്യത്തെ ചോദ്യം എന്താണെങ്കിൽ ആ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ UDF-ന്റെ സാധ്യത 2026 ഇലക്ഷനിലെ UDF-ന്റെ സാധ്യത ഏതൊക്കെയാണെന്ന്. ഏതൊക്കെ മണ്ഡലത്തില് UDF-ന് സാധ്യതയുണ്ട്, ജയിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്, അതാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനത് എൻ്റെ ഒരു റീഡിങ് വെച്ചിട്ട് UDF-ന്റെ സാധ്യതകൾ ഞാൻ പറയാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ UDF-ന് ഇന്നത്തെ അവസ്ഥയിൽ ഷൂറായിട്ട് ജയിക്കാൻ പോകുന്ന ഒരു 48 മണ്ഡലങ്ങളുണ്ട്. ഷൂറായിട്ട് ജയിക്കുന്ന 48 മണ്ഡലങ്ങൾ. ആ മണ്ഡലങ്ങൾ നമ്മൾ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, പേരാവൂർ, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, മാനവന്താടി, ബത്തേരി, കൽപ്പറ്റ, തിരുവമ്പാടി, ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, കോഴിക്കോട് സൗത്ത്, കുന്നമംഗലം, കൊടുവള്ളി, കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂര്, കോട്ടക്കൽ, പട്ടാമ്പി, മണ്ണാർക്കാട്, പാലക്കാട്, ഗുരുവായൂർ, പെരുമ്പാവൂർ, അങ്കമാലി, ആലുവ, കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര, മൂവാറ്റുപുഴ, കോതമംഗലം, തൊടുപുഴ, പിറവം, കോട്ടയം, പുതുപ്പള്ളി, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര. ഇതിൽ നമ്മൾ ഈ ഉദുമ, കൽപ്പറ്റ, കൊയിലാണ്ടി, ബേപ്പൂര്, കുന്നമംഗലം, നിലമ്പൂർ, വണ്ടൂർ, തവനൂർ, പൊന്നാനി, തൃത്താല, പട്ടാമ്പി, വടക്കാഞ്ചേരി, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, കൊച്ചി, തൃപ്പൂണിത്തുറ, കുന്നത്തുനാട്, കോതമംഗലം, ദേവികുളം, പീരുമേട്, പാല, കാഞ്ഞിരപ്പള്ളി, കുട്ടനാട്, ഹരിപ്പാട്, കോന്നി, കുണ്ടറ, കൊല്ലം, റാന്നി, ആറന്മുള, വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, അരുവിക്കര, പാറശാല. ഇത്തരം മണ്ഡലങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് നമുക്കൊരു ഷൂറായിട്ടൊരു 48 സീറ്റിലാണ് നമുക്ക് മത്സരമുള്ളത്. അപ്പോൾ ബാക്കി മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ UDF-ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 48, പിന്നെ ഒരു 35, ഒരു 83 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത ഓൾറെഡി ഉണ്ട്. എന്തായാലും എങ്ങനെയൊക്കെ പോയാലും ഒരു 78 സീറ്റ് UDF-ന് കിട്ടാനുള്ള സാധ്യതയാണ്. എന്തായാലും നന്നായിട്ട് ഒരു ടൈറ്റായിട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു 78 അല്ലെങ്കിൽ 78 മുതൽ 83 വരെ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് UDF എന്നാണ് ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചിട്ട് എൻ്റെ നിഗമനം. ഇനി എന്തെങ്കിലും ഇതിൽ വല്ല ഡൗട്ടായിട്ടുണ്ടെങ്കിൽ നിനക്ക് ചോദിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, അപ്പൊ ഇനി ത്രികോണ മത്സരം, അതായത് കടുത്ത മത്സരം നടക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്? അതിൽ UDF-ന് ജയിക്കാൻ പറ്റുന്നത് എവിടെയൊക്കെയാ? അതെന്താ വെച്ചാല് നമ്മളൊരു 10-60 മണ്ഡലത്തിൽ UDF-ന് പ്രഥമ ദൃഷ്ട തന്നെ ജയ സാധ്യതയുണ്ടെന്ന്. അതിൽ തന്നെ നമ്മളൊരു 48 മണ്ഡലം നമ്മൾ അതിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മൾ കടുത്തതായിട്ട് മത്സരം നടന്ന് ജയിക്കാനൊരു നന്നായിട്ട് മത്സരിച്ച് ജയിക്കാൻ ചേട്ടണമെങ്കിൽ നമുക്ക് ആലപ്പുഴ, അമ്പലപ്പുഴ, തൃക്കരിപ്പൂര്, തളിപ്പറമ്പ്, കൂത്തുപറമ്പ്, ഏലത്തൂര്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂര്, പൊന്നാനി, തൃത്താല, വടക്കാഞ്ചേരി, ഗുരുവായൂർ, തൃശ്ശൂർ, ചാലക്കുടി, കുന്നത്തുനാട്, ദേവികുളം, ഇടുക്കി, പീരുമേട്, പാല, കടുത്തുരുത്തി, അരൂര്, ആലപ്പുഴ, കരുനാഗപ്പള്ളി, ചങ്ങനാശ്ശേരി, ആറന്മുള, റാന്നി, ചവറ, പുനലൂര്, ചടയമംഗലം, ഇരിവൂരം, ചാത്തന്നൂർ, തിരുവല്ല. അപ്പോൾ ഇത്രയും മണ്ഡലങ്ങളും കൂടി കടുത്ത മത്സരം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത് 85 സീറ്റ് വരെ ആവാം.
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ത്രികോണ മത്സരം വരുമ്പോൾ ഒരു പക്ഷെ വോട്ടിൽ ഭയങ്കര ചേഞ്ചസ് വരാന്ന് അത്തരം ഒരു അവസ്ഥ കൂടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇനി എന്താണ് അറിയാനുള്ളത്? ഈ ഇതേപോലെ തന്നെ തൃശ്ശൂര് 4 കിട്ടുള്ളൂ. തൃശ്ശൂര് നമ്മൾ 4 കിട്ടുന്ന പറഞ്ഞിട്ടില്ല. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറ്റും ഉറപ്പുള്ളതില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി അതുപോലെ തൃശ്ശൂര് ചാലക്കുടിയൊക്കെ അടുത്ത മത്സരത്തിൽ കൂടിയാണ് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ നിയമസഭ ഇലക്ഷൻ പോലെയല്ല ഈ പ്രാവശ്യം. കാരണം BJPക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 30ഓളം സീറ്റിൽ ഒരു 28 മണ്ഡലത്തിൽ BJP ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതിൽ 20 മണ്ഡലങ്ങൾ ഉറപ്പായിട്ട് BJP ടൈറ്റായിട്ട് മത്സരിക്കാനുള്ള ഇതുണ്ട്. അതിൽ നമ്മൾ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങല്, മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, മണലൂര്, ഒല്ലൂര്, തൃശ്ശൂര്, നാട്ടിക, ഇരിഞ്ഞാലക്കുട, പുതുക്കാട്, പൂഞ്ഞാറ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം, പാറശാല, ആറന്മുള, കാഞ്ഞിരപ്പള്ളി, ഷൊർണൂര്, ഒറ്റപ്പാലം, മലമ്പുഴ, ഗുരുവായൂര്, തൃപ്പൂണിത്തറ, വൈക്കം, ഏറ്റുമാനൂര്, ചെങ്ങന്നൂര് ഇവിടേക്ക് എന്ന് പറഞ്ഞാൽ BJP ശരിക്കും പറഞ്ഞാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളാണ്. ഈ കാഴ്ചവെക്കുന്ന സമയത്ത് LDFന്റെ ഒരു പക്ഷേ വോട്ട് ബാങ്കിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ UDFന്റെ വോട്ട് ബാങ്കിൽ നിന്നായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ ഒരു 20 മണ്ഡലങ്ങളിലും ശരിക്കും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ഡലങ്ങളുണ്ടാവും. അപ്പോൾ ഇത്തരം മണ്ഡലങ്ങളിൽ നമ്മൾ UDFന് 48 മണ്ഡലം ഷുഗറും പിടിച്ചു നിൽക്കാൻ പറ്റും 30 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അവസ്ഥ വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഒരു ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് ഒറ്റക്കെട്ടായിട്ട് BJPക്ക് എതിരെ നിൽക്കുന്ന മണ്ഡലങ്ങളെല്ലാം ഒരു വിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ ഇതിനേക്കാൾ വിട്ടത് ചേഞ്ചസ് സംഭവിക്കാം. അപ്പം അത്തരം ഒരു അവസ്ഥ ഓൾറെഡി നിലവിൽ നിൽക്കുന്നത്. എന്തായാലും UDFന് LDFന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDFന് പരമാവധി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു എന്താ പറയുക 50 സീറ്റാണ് LDFന് കിട്ടാൻ സാധ്യത. കടുത്ത മത്സരം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം പിടിച്ച് കയറുകയാണെങ്കിൽ ഒരു 65 സീറ്റ് വരെ എത്താനുള്ള LDFന് ഒരു 65 സീറ്റ് വരെ എത്താനുള്ള സാധ്യതയാണ് പരമാവധി നമുക്കൊരു സാധ്യത കാണുന്നത്. 50 സീറ്റ് വരെ അവർ പിടിക്കാൻ പറ്റും. എന്തായാലും എങ്ങനെയൊക്കെ വന്നാലും ഒരു 65 സീറ്റിന്റെ മുകളിലേക്ക് LDFന് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാണുന്നില്ല. എന്ത് തന്നെയായാലും ഒരു ചെറിയൊരു ഇന്നത്തെ രാഷ്ട്രീയ ഈ നിമിഷത്തിലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് UDFനാണ് ഒരു എഡ്ജ്. അത് 78 മുതൽ 85 വരെ ആവാനാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ സാധ്യത. ഇനി ഏതെങ്കിലും ഒരു മണ്ഡലം ഏതെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ BJPക്ക് ഷുഗർ സീറ്റുകൾ വല്ലതും ഷുഗർ സീറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അവർക്ക് ഈ നേമത്തൊരു 52,000 വോട്ട് മിനിമം ഉണ്ടെന്ന്, വട്ടിയൂർക്കാവിലൊരു 50,000 വോട്ട് ഉണ്ടെന്ന്, മഞ്ചേശ്വരം ഒരു 57,000 വോട്ട് ഉണ്ട് മിനിമം, കാസർഗോഡ് ഒരു 50,000 വോട്ട്, കഴക്കൂട്ടം 48,000 വോട്ട്, പാലക്കാട് 48,000 വോട്ട്, പാറശാല 48, തിരുവനന്തപുരം 48. ഇങ്ങനെയൊക്കെ വോട്ട് നിലവിലുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള മണ്ഡലത്തിൽ നമ്മുടെ സുരേഷ് ഗോപിനെ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു വലിയൊരു ശതമാനം വോട്ട് എക്സ്ട്രാ കിട്ടിയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇത്തരം മണ്ഡലങ്ങളിൽ മുഴുവൻ സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ സെലിബ്രിറ്റികളെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു 5,000 വോട്ട് വീതം ഏത് മണ്ഡലത്തിലും മറയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥികൾ വരികയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് സാധ്യത വളരെയധികം. കാരണം ഇത്തരം നമ്മൾ സുരേഷ് ഗോപിയുടെ വിജയം നമ്മൾ കാണണം. അല്ല, ശരിക്കും പറഞ്ഞാൽ എത്ര സീറ്റ് വരെ മാക്സിമം അവർക്ക് കിട്ടും? അല്ല, അത് ഒരു സ്ഥാനാർത്ഥിക്ക് 5,000 വോട്ട് മുതൽ 10,000 വോട്ട് വരെ പിടിക്കാൻ പറ്റാവുന്ന പൊസിഷൻ ഉണ്ടല്ലോ. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാണ്ട് നമുക്കത് പറയാൻ പറ്റില്ലോ. കാരണം നമ്മളെ BJP എന്ന് പറഞ്ഞ പാർട്ടിക്ക് കേരളത്തില് ഡയറക്റ്റ് മത്സരിച്ചിട്ട് കിട്ടാൻ പോകുന്ന സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1-2 സീറ്റ് എന്നാണ് അവർക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അവര് ഇപ്പൊ നമ്മള് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ നിന്നപ്പോ ശശി തരൂരുമായിട്ടുള്ള മത്സരത്തില് വളരെ അടുത്തെത്തിയിരുന്നു. ഇതേപോലെ തൃശ്ശൂര് സുരേഷ് ഗോപി വന്നപ്പോ, അതുപോലെ ആറ്റിങ്ങല്. അപ്പൊ ചേച്ചി സ്ഥാനാർത്ഥിയുടെ പിന്നെ ആലപ്പുഴ ശോഭ സുരേന്ദ്രൻ വന്നപ്പോ വളരെയധികം വോട്ട് പിടിച്ചു വന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥി വളരെ നിർണായകമാണ്. ഒരു 5,000-10,000 വോട്ട് വരെ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ പറ്റും. മനസ്സിലാക്കി? അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി കൂടി വരാതെ നമുക്ക് ഉറപ്പ് ഇങ്ങനെ പറയാൻ പറ്റും. കാരണം ഇനി 1.5 വർഷം ഉണ്ടെന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഇന്നത്തെ വർത്തമാന കാലഘട്ട
രാഷ്ട്രീയത്തിലെ ഒരു ചെറിയൊരു സൂചന, എന്തായാലും ചെറിയൊരു എഡ്ജ് UDF-നാണ്. കാരണം LDF-ന് ഒരു 65-ന് മുകളിൽ പോകാനുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യത കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇനി ഇതിലെന്തെങ്കിലും ഞാൻ 3 ഭാഗത്തിന് വേണ്ടി പറഞ്ഞല്ലോ, ചെറിയൊരു എഡ്ജ് ഇപ്പോൾ UDF-നാണ്. കാരണം നമ്മൾ പാലക്കാട് ഇലക്ഷനും ചേലക്കര ഇലക്ഷനും കഴിഞ്ഞതിന്റെ വെളിച്ചത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ചെറിയൊരു എഡ്ജ് നിൽക്കുന്ന UDF-നാണ്. അത് ഈ 78 മുതൽ 85 വരെ ആവാം, പക്ഷെ എങ്ങനെ പോയാലും 75-ന് താഴെ UDF പോവില്ല. LDF-ന്റെ ഷുഗർ സീറ്റുകൾ ഏതൊക്കെയാ? LDF-ന് എന്തായാലും കാഞ്ഞങ്ങാട്, പയ്യന്നൂര്, കല്യാശ്ശേരി, ധർമ്മടം, മട്ടന്നൂര്, തലശ്ശേരി, പിന്നെ തരൂര്, ചിറ്റൂര്, കോങ്ങാട്, മലമ്പുഴ, നെന്മാറ, ആലത്തൂര്. ചേലക്കരയ്ക്ക് അടുത്ത ഇലക്ഷനിൽ വളരെ അടുത്ത ഇതിൽ കടുത്ത മത്സരം വരും. കാരണം ഇപ്രാവശ്യം രമ്യ ഹരിദാസ് നിന്നപ്പോൾ പോലെ ആയിരിക്കില്ല ചേലക്കര. കുന്നംകുളം, പിന്നെ എന്താ പറയുക, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിക, ഇരിഞ്ഞാലക്കട, പുതുക്കാട്, ഒല്ലൂര്, മണലൂരൊക്കെ ഇടതുപക്ഷത്തിന് കടുത്ത മത്സരം നേരിടുന്നു. കയ്പമംഗലം, കൊടുങ്ങല്ലൂര്, അതുപോലെ ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോലയൊക്കെ വളരെ കടുത്ത മത്സരമായിരിക്കും നടക്കുക. അരൂര്, കായംകുളം, പത്തനാപുരം, ചാത്തന്നൂര്, വാമനപുരം ഒക്കെ ജയിക്കാനുള്ള സാധ്യതകളുമാണ്. അതുപോലെ നെടുമങ്ങാട്, വർക്കല, അടൂര്, കൊട്ടാരക്കര, മാവേലിക്കര, ഈ മണ്ഡലങ്ങളിലൊക്കെ നന്നായിട്ട് ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. ഉടുമ്പൻചോല, ചിറയൻകീഴ്, ചടയമംഗലം, കോന്നി, കുന്നത്തൂര്, ചേർത്തല, പല മണ്ഡലങ്ങളിലും ഈ BJP-യുടെ വോട്ടിൽ വളരെയധികം വർധന ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ വളരെയധികം എന്താ പറയുക BJP-ക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വോട്ട് വർധന ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ എന്താ പറയുക, നമ്മളൊരു 1.5 വർഷം മുന്നില്ല തോന്നുന്നത്. അപ്പൊ എത്ര ശതമാനം BJP-ക്ക് വോട്ടുണ്ടാവും? BJP-ക്ക് എന്തായാലും നമ്മൾ ഇപ്പം ഈ പറയും, നമ്മളെ ഇപ്പം ഈ പാലക്കാട്, തൃശ്ശൂര്, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിലൊക്കെ വൻ വർധനവുണ്ടായിരിക്കും. കാരണം ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ അല്ല, ടോട്ടലായിട്ട് കേരളത്തില് ഒരു 20% മുകളിലുണ്ടാവും. അങ്ങനെയല്ല. അതെന്ന് വെച്ചാൽ ചില മണ്ഡലങ്ങളിൽ തീരെ കൊടുക്കാൻ അവർക്കൊരു 40 മണ്ഡലങ്ങളിലല്ലേ നല്ലൊരു നമ്മളൊരു 28-30 മണ്ഡലങ്ങൾക്ക് അടുത്ത മത്സരം. ഇത് മാക്സിമം ഒരു 20 മണ്ഡലമാണ് ടോപ്പ് മത്സരം നടക്കുക. പിന്നെ പരമാവധി ഒരു 40 മണ്ഡലത്തിലാണ് ഒരു 40,000 വോട്ടിന്റെ അടുത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമുള്ളത്. പക്ഷെ ബാക്കി മണ്ഡലങ്ങളിലെ വോട്ടുകൾ മുഴുവനും പോൾ ചെയ്യണമെന്നില്ല. മാത്രമേ അത് പക്ഷേ ഇടതുപക്ഷത്തിലേക്ക് മറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാവും ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക്. പ്രത്യേകിച്ച് BJP പറയുന്ന അതേ ആശയം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ CPM പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്കും BJP-യുടെ വോട്ടുകൾ ഒരുപക്ഷെ LDF-ലേക്കും പോകാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി, PDP ഇത്തരം വിഷയങ്ങളെ ചൊല്ലി BJP എടുക്കുന്ന അതേ നിലപാടാണ് LDF-ന്റെ ഇന്നത്തെ നിലപാട്. അത് അവർക്ക് ഗുണം ചെയ്യൂ. ആർക്ക്? LDF-ന്. അതെന്ന് വെച്ചാൽ ആ ദിവസം നമ്മൾ ഇപ്പൊ ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF-ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അനുകൂലം. പക്ഷെ അത് ആ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മളൊരു 25% UDF-ന് വോട്ട് ചെയ്യുന്ന ആളുകൾ, ഒരു 25% LDF-ന് വോട്ട് ചെയ്യുന്ന ആളുകൾ, ഒരു 15% മറ്റേ BJP-ക്ക് വോട്ട് ചെയ്യുന്ന ആൾ, ഒരു 60% വോട്ടുകൾ കഴിഞ്ഞു. അത് അടിമകളെ പോലെ ഫിക്സഡ് ആയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ബാക്കി ഒരു 15 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 10-15 സാമുദായിക സംഘടനകളായിട്ട് ബന്ധമാണ്. SNDP, NSS, സമസ്ത, PDP, മറ്റേ ഇത്തരം. അപ്പൊ ഇവരുടെ വോട്ടുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതൃത്വം, ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഏത് വിഭാഗത്തിനെയും ചാക്കിട്ട് പിടിക്കാനുള്ള കഴിവുള്ള ആളാണ്. അത് UDF നേതൃത്വത്തിന് ഇത്തരം SNDP-നെ, NSS-നെ, സമസ്ത, അതുപോലെ PDP, SDPI, പിന്നെ ഈ ഇസ്ലാമിക എന്താ പറയുക ജമാഅത്ത് ഇസ്ലാം, ഇത്തരം വിഷയങ്ങൾ. ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ 15% വോട്ട് ഈ സംഘടനകളുടെ കയ്യിലാണ്, ക്രിസ്ത്യൻ മത നേതൃത്വം. അപ്പോൾ ഇവരെയൊക്കെ സ്വാധീനിക്കാനായിട്ട് അവസാന നിമിഷം നടക്കുന്ന മണ്ഡലം, അത് ഓരോ മണ്ഡലത്തിലും വ്യത്യസ്ത തലത്തിലായിരിക്കും. അതുകൊണ്ട് ഇപ്പം നമുക്കത് പറയാൻ പറ്റില്ല. മനസ്സിലായി? ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തിൽ അവസ്ഥ വെച്ചിട്ട് ചെറിയൊരു എഡ്ജ് UDF-നാണെന്ന് മാത്രം പറയാനേ ഇപ്പോൾ പറ്റുള്ളൂ. ഓക്കെ, ശരി.